മകൾക്കും മരുമകനും 13 കോടിയുടെ റോൾസ് റോയ്സ് സമ്മാനമായി കൊടുത്തു. ആ കാറിന്റെ രഹസ്യം എന്താണ്? ബി.ജെ.പി. നേതാവും നടനും തൃശൂരിലെ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി മനസ്സ് തുറക്കുകയാണ്. നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ കല്യാണം കഴിഞ്ഞ ജനുവരിയിലാണ് നടന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യ അതിഥിയായി പ്രധാനമന്ത്രിയും പങ്കെടുത്തിരുന്നു. മമ്മൂട്ടി, മോഹൻലാലും അടക്കം മലയാളത്തിലെ പ്രമുഖ താരനിരയും ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തും കൊച്ചിയിലും വിവാഹ റിസപ്ഷനും ഉണ്ടായിരുന്നു. നിരവധി പേരാണ് റിസപ്ഷനും വിവാഹ ചടങ്ങിലും പങ്കെടുക്കാനും എത്തിയത്. കൊച്ചിയിലെ റിസപ്ഷന് നവദമ്പതിമാർ റോൾസ് റോയ്സിന്റെ 13 കോടി വില വരുന്ന കാറിലാണ് എത്തിയത്. കാറിന്റെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെ മകൾക്കും മരുമകനും സുരേഷ് ഗോപി നൽകിയ സമ്മാനമാണ് ഈ കാർ എന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോഴാ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ സുരേഷ് ഗോപി കാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. കല്യാൺ ഗ്രൂപ്പ് ഉടമയായ TS പട്ടാഭിരാമന്റെ ജ്യേഷ്ഠന്റെ മകനായ രാജേഷാണ് റോൾസ് റോയ്സ് അയച്ചതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അല്ലാതെ താൻ വാങ്ങിയതല്ലെന്നും അത് വാങ്ങാനുള്ള പണം തന്റെ കയ്യിൽ ഇല്ലെന്നും സുരേഷ് ഗോപി പറയുന്നു. താനോ തന്റെ മകളോ ആഗ്രഹിച്ചതല്ല. സ്വാമിയുടെ ചേട്ടന്റെ മകനായ രാജേഷാണ് ഭാഗ്യ ടൊയോട്ട വെൽഫെയറിൽ പോകേണ്ടെന്ന് പറഞ്ഞ് തൃശൂരിൽ നിന്ന് റോൾസ് റോയ്സ് അയച്ചത്. അത് നാട്ടുകാർ വ്യാഖ്യാനിച്ച് മരുമകന് വാങ്ങിക്കൊടുത്തതാണെന്ന് പറഞ്ഞു. അത് വാങ്ങിക്കൊടുക്കാൻ കയ്യിൽ പണമില്ല. ഗുരുവായൂരിൽ നിന്ന് ആ കാറിൽ തൃശൂരിൽ വന്നു. പിന്നെ പിറ്റേ ദിവസം കൊച്ചിയിലെ റിസപ്ഷന് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പോയി. അവിടെ നിന്നും ഭീമയുടെ ഉടമ ഗോവിന്ദൻ തിരുവനന്തപുരത്തേക്ക് പുതിയ കാർ അയച്ചു. അവരുടേത് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും ഉറപ്പിച്ചു അത് സമ്മാനം കൊടുത്തതാണെന്ന്. 13 കോടിയാണ് വില. അത് ഈ ജന്മം നടക്കില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അതോടെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായെങ്കിലും വരും ദിവസങ്ങളിലും കൂടുതൽ ചോദ്യങ്ങൾ സുരേഷ് ഗോപിക്ക് നേർക്ക് പലരും ഉയർത്തുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്.